വിമോചന സമരകാലത്ത് സമരത്തിനെതിരെ ഒരു നാടകം കളിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. PJ ആന്റണിയെ കൊണ്ട് എഴുതിക്കാനായിരുന്നു തീരുമാനം. മുഖ്യമന്ത്രി EMS എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വന്നപ്പോൾ ആന്റണിയെ നേരിട്ട് കണ്ടു. EMS കാര്യം പറഞ്ഞു. ആന്റണി സമ്മതിക്കുകയും ചെയ്തു. EMS ചോദിച്ചു, എപ്പോൾ നാടകം തരാനാകും? എടുത്തടിച്ച പോലെ ഉത്തരം വന്നു, നാളെ രാവിലെ. ആന്റണിയുടെ രചനാരീതികൾ അറിയാത്ത EMS അതൊരു വീൺവാക്കായി എടുത്തുള്ളൂ. ആന്റണി ഉടനെ ഗസ്റ്റ് ഹൌസിൽ 2 മുറിയെടുത്ത് കേട്ടെഴുതാൻ 2 പേരെ ഏർപ്പാടാക്കി. ഒരു മുറിയിലുള്ള ആൾക്ക് നാടകത്തിലെ ഒരു രംഗവും മറ്റേ മുറിയിലുള്ള ആൾക്ക് പിന്നീടുള്ള രംഗവും മാറി മാറി പറഞ്ഞുകൊടുത്ത് വെളുപ്പിന് നാടകം പൂർത്തിയാക്കി. വിമോചനം എന്ന ആ നാടകം പാർട്ടി അക്കാലത്ത് ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ചു. നാടക ചലച്ചിത്ര സംവിധായകനും ഗായകനും ഗാനരചയിതാവും കവിയും സംഗീത സംവിധായകനും പ്രഭാഷകനുമെല്ലാമായി പ്രതിഭയുടെ ഒരു മഹാപർവ്വതം തന്നെയായിരുന്നു PJ ആന്റണി. കേരളത്തിലെ ഏതു ഭാഗത്തെയും ദേശഭേദമനുസരിച്ചുള്ള ഭാഷാശൈലികൾ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ഡബ്ബിംഗ് തിയേറ്ററിൽ ഒരിക്കൽ ഡയലോഗ് മോഡുലേഷൻ ഒന്നുകൂടി ഒതുക്കി പറയാമോ എന്ന് സൗണ്ട് എഞ്ചിനീയർ ചോദിച്ചപ്പോൾ, ഒന്നല്ല 6 തരത്തിൽ ഞാനത് പറയാം, നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചെന്നായിരുന്നു ആന്റണിയുടെ മറുപടി. പിന്നീട് പല മോഡുലേഷനുകളിലുള്ള ഡയലോഗുകളുടെ ഘോഷയാത്രയായിരുന്നു.